നോമ്പ് തുറക്കുമ്പോൾ എളുപ്പെടുത്ത് കഴിക്കാൻ പാകത്തിന് നമുക്കൊരു ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി വെച്ചാലോ എന്നാ ബാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഒരു പാക്കറ്റ് പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 2-3 സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ടിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഈ ഒരു പാലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. കസ്റ്റർഡ് പൗഡറിൻ്റെ പാക്കറ്റിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ആ ഒരു കസ്റ്റർഡ് പൗഡർ മിക്സ് നമ്മൾ ഈ പാലിലേക്ക് ഒഴിച്ചു കൊടുത്ത് പഞ്ചസാര ആവശ്യത്തിന് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തത് ഒഴിവാക്കാം. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. കസ്റ്റർഡ് പൗഡർ ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കണം. എന്നിട്ട് ഈ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തണുപ്പിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം. ഇത്രയാണെങ്കിൽ തന്നെ നമുക്ക് ഓക്കെയാണ്. ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ എളുപ്പമുള്ള ഫ്രൂട്ട് സലാഡ്. ഇത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഒരു ഡെസേർട്ട് പോലെ എടുത്ത് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ ഇത് കുറച്ചും കൂടെ ഹെവി ആക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മുന്തിരി കട്ട് ചെയ്യുന്ന സമയത്ത് പണ്ട് കണ്ടൊരു വീഡിയോയിലെ പോലെ കട്ട് ചെയ്യുന്നത് ഓർമ്മ വന്നിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്ത് നോക്കി. അപ്പോൾ പിന്നെ അത് മാളൂട്ടിക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അവൾക്ക് കൊണ്ടുപോയി കൊടുത്തു. അവളാണെങ്കിൽ അത് കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. അങ്ങനെ പിന്നെ അതെങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നു. അത് കഴിഞ്ഞ് ബാക്കി ഫ്രൂട്ട്സും കൂടെ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ ഞാൻ ഉണ്ടാക്കിയതിൽ കുറച്ച് തിക്നെസ് കുറഞ്ഞു പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ തിക്കാക്കി എടുക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷെ ഞാൻ അതിൽ കുറച്ച് നട്ട്സും പിന്നെ അതുപോലെ ഐസ്ക്രീമും ചെറിയും ചോക്ലേറ്റ് സിറപ്പും ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം നമ്മൾ സെർവ് ചെയ്യുന്ന ടൈമിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. പൈനാപ്പിൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഇത് കുറച്ച് അധികം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമുക്കൊരു 3-4 ദിവസമൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല അടിപൊളി ഫ്രൂട്ട് സലാഡ് റെഡി ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി നോമ്പ് തുറക്കട്ടെ.